ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ PSC സ്റ്റഡി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ശ്രീനാരായണ ഗുരു ആത്മോപദേശ ദശകം, അത് ശരിയാണ്. ചട്ടമ്പി സ്വാമി വേദാധികാര നിരൂപണം, അത് ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ പ്രാചീന മലയാളം, അത് തെറ്റാണ്. വാഗ്ഭടാനന്ദൻ അഭിനവ കേരളം, അത് ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ പറയുന്നത്. 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ, ഒന്നാം സ്വാതന്ത്ര്യ സമരകേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുംപടി ചേർക്കുക. കാൺപൂർ കൻവർ സിംഗ്, ബീഹാർ റാണി ലക്ഷ്മിബായ്, ഡൽഹി നാനാസാഹിബ്, ഝാൻസി ബഹദൂർ ഷാ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കാൺപൂർ നാനാസാഹിബ് ആണ്. ബീഹാർ കൻവർ സിംഗ്, ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായ്. അതാണ് ആൻസർ, ഓപ്ഷൻ ബി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനങ്ങൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടവയാണ്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു. ഓപ്ഷൻ സി, ലാഹോർ സമ്മേളനമാണ് ഇതിൻ്റെ ആൻസർ. നാലാമത്തെ ചോദ്യം, ചൈനയെ ആധുനികരിക്കാൻ സാൻ യാറ്റ് സെൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക. ഈ 3 ആശയങ്ങളും ശരിയാണ്, എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒന്നാമത്തെ ആശയം, മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക, ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക, മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക. എല്ലാം ശരിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ കാലക്രമത്തിൽ രേഖപ്പെടുത്തുക. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ആദ്യം വേണ്ടത് ബോസ്റ്റൺ ടീ പാർട്ടി, രണ്ടാമത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, മൂന്നാമത് വേണ്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, നാലാമത് വരുന്നതാണ് പാരീസ് ഉടമ്പടി. ഓപ്ഷൻ സി ആണ് ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ആൻസർ ഉത്തരാഖണ്ഡ്. ഏഴാമത്തെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ്. ഓപ്ഷൻ എ, കാർബൺ ഡയോക്സൈഡ്. എട്ടാമത്തെ, ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം. ഓപ്ഷൻ ബി, പശ്ചിമ അസ്വസ്ഥത. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. ഇതിൽ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ. ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയ, അതാണ് ശരിയായ ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ സി, ദേശീയ ജലപാത 3. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ല. ഓപ്ഷൻ എ, പാലക്കാട്, ഇടുക്കി. 12ാമത്തെ ക്വസ്റ്റ്യൻ, 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം. ഓപ്ഷൻ സി, ഫിൻലാൻഡ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ആഭ്യന്തര സമ്പദ്ഘടനയും ലോക സമ്പദ്ഘടനയുമായി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ, ആഗോളവൽക്കരണം. ഓപ്ഷൻ ബി ആണ് ആൻസർ. 14ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻ ബി, PC മഹലനോബിസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി, ന്യൂഡൽഹി. 16ാമത്തെ, മിനറൽ ഓയിൽ, ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻ ബി, പെട്രോളിയം. 17ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയംഭരണ സ്ഥാപനം ഏത്? ഓപ്ഷൻ എ, സെബി. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ലോകബാങ്കിൻ്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർട്ട് പ്രോജക്റ്റ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടാണ്? ഓപ്ഷൻ സി, സ്കൂൾ വിദ്യാഭ്യാസം. 19ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവനരഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ഡാഷിൻ്റെ ലക്ഷ്യം. ലൈഫ് മിഷൻ പദ്ധതി. ആൻസർ, ലൈഫ് മിഷൻ പദ്ധതി. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ച് ഉള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ചത് ഏത് കേസിലൂടെയാണ്? ഓപ്ഷൻ സി, കേശവാനന്ദ ഭാരതി കേസ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്ഷൻ ബി,
PK തുങ്കൻ കമ്മിറ്റി. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആരാണ് നിയോജക മണ്ഡലങ്ങൾ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക? ഓപ്ഷൻ സി, അതിർത്തി നിർണായക കമ്മീഷൻ. 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദ്ധതി? ഓപ്ഷൻ ഡി, ഗവർണർ. 24ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണം നിലവിലുള്ളത്? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര, കർണാടക, ബീഹാർ. 25ാമത്തെ ക്വസ്റ്റ്യൻ, തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരന് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് എന്ന കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത്? ദി ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28. അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിലാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന് നിലവിലുള്ള സുരക്ഷാ ചുമതല? ഓപ്ഷൻ ബി, CISF. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി? ഓപ്ഷൻ സി, നവജീവൻ. 29ാമത്തെ, അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയാണ് വർദ്ധിപ്പിച്ചത്? ഓപ്ഷൻ എ, 22. 30ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്ഥാനവുമായി ശ്രീ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 31ാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിജിയും അരാജകത്വം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ബി, ചേറ്റൂർ ശങ്കരൻ നാരായണൻ. 32ാമത്തെ ക്വസ്റ്റ്യൻ, 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക. തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 243H. 34ാമത്തെ ക്വസ്റ്റ്യൻ, 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ്? ഓപ്ഷൻ ബി, ആശ്വാസകിരണം. 35ാമത്തെ ക്വസ്റ്റ്യൻ, പെരിയാർ കടുവ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലയിലാണ്? ഇടുക്കി, പത്തനംതിട്ട. താങ്ക് യു. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക.